ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 63 റിവ്യൂ. ഇന്ന് ഉണിയിൽ എവിറ്റായി. ആദ്യം ഒരു ഗെയിം ഒന്നും ഇല്ലാതിരുന്ന ഉണിയിൽ ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങിയ സമയത്ത് ഔട്ടായിരിക്കുന്നു. ഫാമിലി റൗണ്ട് വന്നതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിലാണോ എന്ന് മോഹൻലാൽ. എന്നാൽ ബിഗ് ബോസിന് അത്ര ഹാപ്പിയല്ലെന്ന് മോഹൻലാൽ. ബിഗ് ബോസിനെ പറ്റി നിങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ബിഗ് ബോസിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് മോഹൻലാൽ. പിന്നെ ബിഗ് ബോസിനെ കൊണ്ട് അവരോട് സംസാരിപ്പിക്കുന്നു. മോഹൻലാൽ ഓരോരുത്തരും അവരുടെ ഫാമിലി വന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ അവർക്കൊരു കേക്ക് കൊടുത്തു. എന്തൊരു ആക്രാന്തമാണ് അവർ കാണിച്ചത്. ഗൃഹിണി പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയതുപോലെ കത്തി ഉപയോഗിച്ച് കട്ടുപോലും ചെയ്യാതെ അറ്റാക്ക് ചെയ്യുന്നു. ആര്യനൊക്കെ തവിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടാണ് കേക്ക് എടുക്കുന്നത്. അനിമോളായിട്ട് ആദ്യമേ 2-3 പീസൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അനിമോൾ പറയുന്നു, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്ന്, മര്യാദയ്ക്ക് കട്ട് ചെയ്ത് എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് അനിമോൾ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഒരു അമ്മായിമ്മ ഭരണം പോലെ. മോഹൻലാൽ അനിമോളിനോട് പിന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഏതായാലും എല്ലാവരും എടുത്തോണ്ട് പോകുന്നു. അതുപോലെ അനിമോൾക്ക് കിട്ടാനുള്ള കിട്ടിയത് എടുത്തോണ്ട് പോയാൽ പോരെ, മറ്റുള്ളവരെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഈ കാര്യത്തിൽ ലക്ഷ്മിയാണ് മിടുക്കി. ഒരു വഴക്കുണ്ടാക്കാതെ കഴിക്കാനുള്ള 2-3 പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. മട്ടൻ കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴും ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ 2-3 മട്ടൻ എടുത്തു, ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, നൈസായിട്ട് പോയി കഴിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ സീസണിൽ മാത്രമേ ഇതുപോലെ കണ്ടിട്ടുള്ളൂ ഫുഡിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നത്. മറ്റൊരു സീസണിൽ ഇതുപോലെ കണ്ടിട്ടില്ല. അക്ബറും ഒണയിലും ജിസയിലും തമ്മിലുള്ള കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നത്തെ പറ്റി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. എങ്കിലും അവരെല്ലാവരും കൂടി അക്ബറിന്റെ പേരിക്ക് തന്നെയാണ് ഇടുന്നത്. ഒണയിലാണ് ഇത് വളച്ചൊടിച്ചത് വീണ്ടും ഇട്ടത്. അക്ബർ ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ടും എല്ലാവരും കൂടി ഷാനവാസും എല്ലാവരും കൂടി അക്ബറിനെതിരെയാണ് കഴിക്കുന്നത്. അക്ബർ വില്ലനാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ചിലർക്ക് ഇത് മനസ്സിലായിട്ട് കൂടിയില്ല. ഈ കാര്യത്തിൽ ഏതായാലും അക്ബർ നിരപരാധിയാണ്. അടുത്തത് എവിഷനാണ്. ഒരു വീഡിയോ കാണിച്ചു. നല്ല ഹൃദയസ്പർശിയായ ഒണിയലിന്റെ രംഗങ്ങളോടി ഒണിയൽ എവിക്റ്റായി. ഒണിയൽ എല്ലാവരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഉമ്മ വെച്ച് ആണ് യാത്ര ചോദിക്കുന്നത്. ഒണിയലിന്റെ വീഡിയോ കാണിച്ചപ്പോൾ എല്ലാവരും വികാര തീവ്രതയോടെയാണ് അതിനെ സമീപിച്ചത്. മിക്കവരുടെയും കണ്ണുകൾ നിറഞ്ഞു. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാണ് ഒണിയൽ പോയത്. ബിഗ് ബോസിലൂടെ എല്ലാവരും എന്നെ അറിഞ്ഞുവെന്ന്, എല്ലാ മലയാളികളും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഒണിയൽ അവിടെയുള്ളവരോടും മോഹൻലാലിനോട് പറഞ്ഞിട്ട് യാത്ര ചോദിച്ചു പോകുന്നു. നെവിൻ, ജിസൈൽ, ആതിര, നൂറ ഇവരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇനി ഇതിലാരാണ് പോകുന്നതെന്ന് മോഹൻലാൽ എന്റെ മുഖത്ത് നോക്കി കണ്ടുപിടിക്കാൻ മോഹൻലാൽ പറയുന്നു. മോഹൻലാലിന്റെ ഒരു ഭാവം നോക്കിയിട്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. മോഹൻലാൽ പറഞ്ഞു, നാളെ പറയാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. നാളെ ആരായിരിക്കും പുറത്തു പോവുക? പ്രേക്ഷകർക്ക് ഇതിനകം ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുക. ഒണിയിൽ പോയതിനു ശേഷം താൻ ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി. ഒണിയലിന്റെ വീട്ടിൽ ചെന്ന് ഒണിയലിനോട് അമ്മയോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു.